നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷറാണ്. സ്ക്രൂ ഗേജ് വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ട പ്രാക്ടിക്കലാണ്. എളുപ്പത്തിൽ മാർക്ക് കിട്ടാനും എളുപ്പത്തിൽ മാർക്ക് പോകാനും എല്ലാ പ്രാക്ടിക്കൽസിനും സ്ക്രൂ ഗേജിന് പറ്റും. പക്ഷെ സ്ക്രൂ ഗേജിന്റെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് പെട്ടെന്ന് കിട്ടും. ഏതൊക്കെയാണ് ഈ 2 കാര്യങ്ങൾ? ഒന്ന്, ലീസ്റ്റ് കൗണ്ട് സ്ക്രൂ ഗേജിന്റെ എത്ര. അത് നമ്മൾ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ ഡിവിഷൻ, അതുപോലെ പിച്ച് ഓഫ് ദി സ്ക്രൂ, ഇതെല്ലാം കണ്ടിട്ട് ശേഷം ലാസ്റ്റ് ലീസ്റ്റ് കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കും. അതെല്ലാം എഴുതണം. നിങ്ങൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് സ്ക്രൂ ഗേജിന്റെ ഓർത്ത് വെച്ചോണം 0.01 മില്ലിമീറ്റർ ആണ്. 0.01 മില്ലിമീറ്റർ. ഇതിന് 2 or 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 2, നിങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് തെറ്റിക്കുന്നതിന് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ്. 0 കറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് പിച്ച് സ്കെയിലെ 0യും ഹെഡ് സ്കെയിലെ 0യും ഒരുമിച്ച് നിന്നാൽ 0 കറക്ഷൻ 0. പിച്ച് സ്കെയിൽ ഇതാണ്, അതിന് മുകളിലാണ് ഹെഡ് സ്കെയിൽസിന്റെ 0 നിൽക്കുന്നതെങ്കിൽ 0 കറക്ഷൻ പ്ലസ്, താഴെയാണെങ്കിൽ മൈനസ്. ഇത്രയാണ് വളരെ സിമ്പിൾ ആയിട്ട്. 0യും കോയിൻസൈഡ് ചെയ്താൽ 0 കറക്ഷൻ 0യും, മുകളിലാണെങ്കിൽ പ്ലസും താഴെയാണെങ്കിൽ മൈനസും. ഈ 0 കറക്ഷൻ്റെ ഇവിടെ മുതൽ മണ്ടയ്ക്കോ എണ്ണി മണ്ടയ്ക്കോ ഇട്ടിട്ട് എത്തുമ്പോൾ അത് നമ്മൾ എത്ര എണ്ണം ഉണ്ടത്? 10 ആണെങ്കിൽ +10, താഴെയാണെങ്കിൽ -10. 0 കറക്ഷൻ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും റിസൾട്ട് പല കുട്ടികളും എഴുതാറില്ല. റിസൾട്ട് മസ്റ്റായിട്ട് എഴുതിയെങ്കിൽ 2 മാർക്ക് കിട്ടും. അന്നേരം 5 മുതൽ 7 മാർക്ക് വരെ സ്ക്രൂ ഗേജ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. മറക്കരുത്, മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിന്റെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് പ്രാക്ടിക്കൽസിനോട് അടുക്കുമ്പോൾ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം പോകും. എല്ലാത്തരം വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അന്നേരം നന്നായി പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.